പറയുന്നത്. പോയിക്കോട്ടെ, എത്ര സ്കൂളുണ്ടെന്ന് അതിൽ ഒരു 10 കൂടി തുടങ്ങിക്കോളിന്ന്. ആരാ ഇവിടെ തടസ്സം? നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം കിട്ടുമല്ലേ നിങ്ങൾക്ക് അനുവാദം? വല്ല NSS SNDP ചോദിച്ചാൽ പിടിച്ചു വെക്കുന്ന നിങ്ങൾ മുസ്ലിം സംഘടനകൾ ചോദിച്ചാൽ അപ്പം കൊടുക്കുകയല്ലേ? അതല്ലേ കേരളത്തിലെ മതതരത്വം. ഒരു 10 സ്കൂൾ കൂടി തുടങ്ങുന്നു, കാശുണ്ട്, സ്കൂളുകൾ തുടങ്ങാനുള്ള സൗകര്യമുണ്ട്, കുട്ടികൾ അവിടെ പഠിക്കട്ടെ. സിമ്പിളല്ലേ ലോജിക്ക്? അവരവിടെ പഠിക്കട്ടെ, ആർക്കാ പ്രശ്നം? മുല്ലാക്കന്മാർ 5-6 സ്കൂളിൽ തുടങ്ങട്ടെ, എന്നിട്ട് മുല്ലാക്കന്മാരെ മക്കൾ അതുപോലെ പോട്ടെ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നത്? ഞങ്ങളും ഈ രാജ്യത്തെ പൗരന്മാരാണ്. ഈ രാജ്യത്തെ ഹിന്ദുവിൽ നിന്നും പിറവിയെടുത്തവരാണ്. കാലം കൊണ്ട് പുതിയൊരു ദൈവചിന്തയിലേക്ക്, അത് ഈ രാജ്യത്തിന് അന്യമായൊരു ദൈവചിന്തയെ ആശ്രയിച്ചു എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ RSSകാരൻ്റെയും BJPക്കാരൻ്റെയും ഒക്കെ അതേ അവകാശവും അധികാരവും ഈ മണ്ണിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കുണ്ട്. അത് സുരേന്ദ്രൻ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് വാരിക്കോരി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നൽകുന്നുവെന്നാണ് ഈ സംഖ്യ പറയുന്നത്. ഇനിയും ചോദിച്ചാൽ വാരിക്കോരി കിട്ടുമെന്നും. മാത്രമല്ല, മൊല്ലാക്കന്മാർ സ്കൂളുകൾ ഉണ്ടാക്കി അതിലേക്ക് തട്ടമിട്ട കുട്ടികളെ അയക്കട്ടെ എന്നുമാണ് ഈ വർഗീയവാദി പറയുന്നത്. സുരേന്ദ്രനോട് ഒന്നേ പറയാനുള്ളൂ, മുസ്ലിങ്ങൾ വല്ലതും നേടുന്നുണ്ടെങ്കിൽ അത് നിയമപരമായി തന്നെയാണ് എന്നുവെച്ച് അനധികൃതമായി അളവിൽ കൂടുതൽ വാരിക്കൂട്ടിയിട്ടുമില്ല. മറ്റു മതവിഭാഗങ്ങളെ കണക്കിലെടുക്കുമ്പോൾ മുസ്ലിം വിഭാഗം ഇന്നും അവരറിയിക്കുന്ന വളർച്ചയിലെത്തുകയോ അവരുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് ആവശ്യമായ വിദ്യാലയങ്ങൾ നേടുകയോ ചെയ്തിട്ടില്ല. പിന്നെ മുസ്ലിങ്ങൾക്ക് സമ്പത്തുണ്ടെങ്കിൽ അതൊരു സംഖ്യയും ദാനം നൽകിയതല്ല, അവരധ്വാനിച്ചുണ്ടാക്കിയതാണ്. ഈ അപരമത വിദ്വേഷവും പരദൂഷണവും പറയുന്ന നേരം വല്ല കൂലിപ്പണിക്കും പോയാൽ താങ്കൾക്കും കിട്ടും, വല്ല നക്കാപ്പി ചെയ്യും. പിന്നെ മൊല്ലാക്കന്മാർ സ്കൂൾ ഉണ്ടാക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും. അവിടെയൊന്നും ആർക്കും ഒരു ഐത്യവും ഉണ്ടാകില്ല. മൊല്ലാക്കന്മാർ ഉണ്ടാക്കിയ സ്കൂളിൽ തന്നെ മുസ്ലിം കുട്ടികൾ പഠിച്ചോട്ടെ എന്ന് പറയാൻ കേരളത്തിലെ ഈ സ്കൂളുകൾ സംഘികളുടെ അമ്മ തറവാടുകളല്ല. ഓരോ സ്കൂളുകളിലും ഓരോ ജനവിഭാഗത്തിനും പഠിക്കാൻ എന്ത് അവകാശമാണോ ഉള്ളത്, ആ അവകാശം വിനിയോഗിക്കാൻ ഒരു സംഖ്യയുടെയും സമ്മതപത്രം മുസ്ലിങ്ങൾക്ക് ആവശ്യവുമില്ല.